ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. സോറി. പിള്ളേരായിട്ടൊന്ന് പുറത്ത് പോയി. അവരൊക്കെ പോയി കിടന്ന് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും പയ്യെ കിടക്കാനുള്ള പരിപാടിയിലേക്കാണ്. പിന്നെ ഇന്നത്തെ വിശേഷം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റർ സൂരജ് ആൻഡ് ഫാമിലി നമ്മുടെ മാമലക്കണ്ടം റിസോർട്ടിൽ പോയി. അവർ പറഞ്ഞു അവർക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. രഞ്ജിത്ത് നല്ലൊരു റിസോർട്ടാണ് സജസ്റ്റ് ചെയ്തത്. ഞങ്ങളവിടെ പോയി ചെക്ക് ഇൻ വളരെ സ്മൂത്തായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് നല്ലതായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി നല്ലതായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒത്തിരി നല്ലൊരു റിവ്യൂ തന്നിട്ടുണ്ട്. നമ്മുടെ ഓലിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ എൻ്റെ ഗൂഗിള് ഗൂഗിൾ അപ്ഡേറ്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഗൂഗിളിനകത്ത് നമുക്കൊരു റിവ്യൂ കയറിയിട്ടുണ്ട്. 5 സ്റ്റാർ റിവ്യൂ ആണ് നമുക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് വന്നതിനും നമ്മുടെ മിസ്റ്റർ സൂരജിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനിയും അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ കമ്പനി റെഫർ ചെയ്യാമെന്നും സപ്പോർട്ട് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ എന്നാ പറയാനുള്ളത്? അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷമുള്ളത്. എന്തായാലും പിന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടാസ്ക് അസൈൻ ചെയ്യുന്നത് അപ്ഡേറ്റ് ആകും. അപ്പോൾ അടുത്ത ടാസ്ക് ഇനി ഫേസ്ബുക്ക് നമുക്ക് എന്നാ തരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം 30 പോസ്റ്റും അതുപോലെ തന്നെ 9 റീല്, അതുപോലെ തന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് നമ്മൾ 4 ദിവസം 3 ദിവസം കൊണ്ട് നമ്മൾ തീർത്തു. അത് നമ്മൾ വളരെ ടെക്നിക്കലായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ഐറ്റിനറി നമുക്കൊരു വലിയൊരു ഐറ്റിനറി പി ഡി എഫ് ആയിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. ആ പി ഡി എഫ് നമ്മൾ പേജ് സൈസിലേട്ടാക്കി ഫോട്ടോ ആക്കിയിട്ട് ഓരോരോ പോസ്റ്റാക്കി നമ്മളത് പോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത്രയും പോസ്റ്റ് കൗണ്ട് കയറി. നമ്മുടെ പേജ് നോക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഐറ്റിനറി കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറയുന്ന രീതിയിൽ നമുക്കങ്ങനെ അവർക്കങ്ങനെ വായിച്ച് പോകാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഐറ്റിനറി ഫുള്ള് നമ്മുടെ പേജിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് അത്രയും പോസ്റ്റും കൂടി ആയപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിന് നല്ല റീച്ചുണ്ട് കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഞാൻ അധികം നല്ല രീതിയിലൊന്നും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഇരുന്നതായിരുന്നു. പക്ഷേ അതിപ്പോൾ നല്ല ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു റവന്യൂ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എസ്പെഷ്യലി നമ്മൾ അയർലൻഡിലാണ്. പിന്നെ നമ്മുടെ ഒരു ബിസിനസ്മാനാണ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ നമുക്ക് പബ്ലിക്കുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ, നല്ലൊരു കണക്ഷൻ നമുക്ക് വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കുറേയധികം കോൾസ്, മെസ്സേജസ്, കുറേയധികം ഫോളോവേഴ്സ്. ഞാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5.1K ഫോളോവേഴ്സും ഉണ്ടായിരുന്നുള്ളൂ. കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് 5.2 അപ്പോൾ ഇനി പോകെ നമ്മുടെ ഫേസ്ബുക്കിനൊരു ഗ്രോത്ത് ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടുകാർ, നമ്മളറിയുന്നവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒക്കെ കൂടി വരിക എന്ന് പറയുമ്പോൾ അത് നമുക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യണം. പിന്നെ ഇപ്പോഴും എനിക്ക് ആരൊക്കെയോ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 5000 ലിമിറ്റിലാണ് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരാളെ പോലും നമുക്ക് കളയാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5000 അടുത്തുള്ള ആൾക്കാർ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിലുള്ളത്. നമ്മൾ ഒത്തിരി സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സ്ഥലത്ത് ഉള്ള ആൾക്കാർ. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്തുള്ള നെറ്റ്വർക്ക് നമുക്ക് ഒട്ടും കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് ടെക്നിക്കലി നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ
നമുക്ക് ടെക്നിക്കലി അത് പറ്റാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നവരോട് നമുക്കുള്ള റിക്വസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ഫോളോ ആവുക. അപ്പോൾ പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അയർലൻഡിലെ വിശേഷം പറയാനാണെന്നുണ്ടെങ്കിൽ, അയർലൻഡിൽ തണുപ്പ് കൂടി വരുവാണ്. പിന്നെ ഒരു വിശേഷം പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വരെ നമ്മുടെ അയർലൻഡും ഇന്ത്യയായിട്ടും നമുക്ക് 4.5 മണിക്കൂറായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിൽ ഇവിടെ 2 AM-നാണെന്ന് എനിക്ക് തോന്നണേ, എൻ്റെ ശരിയാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ 2 AM-ന് ഏതാണ്ട് ഇവിടുത്തെ ക്ലോക്ക് ഒന്ന് റിവേഴ്സാവും. ഒന്ന് റിവേഴ്സായിട്ട് ഇപ്പോൾ 2 മണിയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു 1 മണിയിലോട്ടാകും. ബാക്കിയുള്ളതൊക്കെ മാനുവൽ ആയിട്ടുള്ള വാച്ച്, ക്ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കറക്കി തിരിച്ച് അതിൻ്റേതായിട്ടുള്ള 1 മണിക്കൂർ പിന്നോട്ടാക്കി നമ്മൾ വെക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു പ്രതിഭാസം ഇങ്ങനെ പൊതുവേ അയർലൻഡിൽ സംഭവിക്കാറുള്ളതാണ്. അത് സംഭവിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അത് സംഭവിച്ചു. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 4 മണി കാണിച്ചു. പക്ഷേ ആക്ച്വലി അതൊരു 3 മണി സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് രാവിലെ പുറത്തോട്ട് പോകാൻ നേരത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, സാധാരണഗതിയിൽ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഒത്തിരി നേരം വെളുക്കാറില്ല, അല്ലെങ്കിൽ ഒത്തിരി ബ്രൈറ്റ് ആവാറില്ല. പക്ഷേ ഇന്ന് ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ബ്രൈറ്റായി, നല്ല വെട്ടമായി. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ഞാൻ സംസാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി വെട്ടമുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൽ വെട്ടം ഇച്ചിരി ക്ലൗഡിയാണ് എപ്പോഴും. അയർലൻഡിൻ്റെ കാലാവസ്ഥ, അല്ലെങ്കിൽ അയർലൻഡിൻ്റെ ഒരു ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡി ലൈറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പിന്നെ അതുപോലെ തന്നെ നേരം വെളുക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി നേരം വെളുത്തേ വെട്ടം വീഴുമല്ലോ. നമ്മുടെ അയർലൻഡിൽ വെട്ടം വീഴുന്നത് ഇച്ചിരി ലേറ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു, ശരിക്കും ഇപ്പോൾ ഒത്തിരി വെട്ടമുണ്ടല്ലോ, ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെട്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനാണ് നമുക്ക് പറഞ്ഞു തന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, രഞ്ജിത്തെ, അത് ശരിക്കും ഇപ്പോൾ 8:30 ആയല്ലോ. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് 7:30-ക്കല്ലേ. 1 മണിക്കൂറും കൂടി കൂടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും ബ്രൈറ്റായിട്ട് നമുക്ക് മോർണിംഗ് കാണാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ശരിയാണല്ലോ, അതിപ്പോൾ 1 മണിക്കൂറും കൂടി ഫോർവേഡഡ് ആണല്ലോ, അല്ലെങ്കിൽ 1 മണിക്കൂറും കൂടി കൂടിയല്ലോ ഇപ്പോൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയർലൻഡിലെ മോർണിംഗ് നല്ല ബ്രൈറ്റാണ്, നല്ല വെട്ടമുണ്ട്. പിന്നെ എന്നാ പറയാനുള്ളത്? പിന്നെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു, നല്ല ദിവസമായിരുന്നു. ഇന്നിപ്പോൾ അധികം പരിപാടികളൊന്നുമില്ല. ഇന്നത്തെ ദിവസം ഒന്ന് നേരത്തെ ഒന്ന് കിടക്കണം. പിന്നെ അപ്കമിങ് ഫയൽസൊക്കെ കുറേ ഉണ്ട്. അതിൻ്റെയൊക്കെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്നാ പറയാനുള്ളത്? പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കൂടണം. നിങ്ങളൊക്കെ കൂടണം. പിന്നെ നിങ്ങളൊക്കെ റെഫറൻസ് തരണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ജീവിതമാർഗം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കച്ചവടം, അല്ലെങ്കിൽ നമ്മളെയൊക്കെ നയിക്കുന്നത്, നമുക്കൊക്കെ പ്രചോദനം തരുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആരെങ്കിലുമൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓലിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസിനെ റെഫർ ചെയ്യണം. നമ്മൾ ഒത്തിരി നല്ല സർവീസാണ് കൊടുക്കുന്നത്. നമ്മൾ 1 രൂപ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 1 രൂപയ്ക്ക് നമ്മൾ 5 രൂപയുടെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിവ്യൂസൊക്കെ കയറി നോക്കിയാൽ മതി. നല്ല നല്ല റിവ്യൂസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ എനിവേ, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നാളെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.